നല്ല ടേസ്റ്റുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ എല്ലാം വറുത്തരച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെണ്ടയ്ക്കേനെ നന്നായിട്ട് കഴുകി എടുക്കുക, എന്നിട്ട് മുറിച്ചെടുക്കുക. ഞാനിവിടെ മുറിച്ചെടുത്തുള്ളത് കുറച്ച് വലുപ്പത്തിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും കൂടി കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലാണ് ഞാനിവിടെ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ വറുത്തരച്ചിട്ട് വെണ്ടയ്ക്ക കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വെണ്ടയ്ക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് 3-4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെണ്ട നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി എടുക്കുക. ഞാൻ ഈ തേങ്ങ നാട്ടിൽ നിന്ന് വറുത്ത് കൊണ്ടുവന്നതാണ്, ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒത്തിരി അങ്ങോട്ട് വറുക്കണ്ട, കാരണം ഇത് വറുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ നാട്ടിൽ നിന്ന് വറുത്ത് കൊണ്ടുവന്നിട്ട് ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തേങ്ങ എടുക്കുക, കുറച്ച് നേരം ഒന്ന് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ തണുപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഇളം ചൂടോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഇത് വെണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു തക്കാളിയും 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതേപോലെ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വെക്കാം. ആദ്യം തന്നെ അടച്ച് വെക്കേണ്ട, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇത് തിളച്ചിട്ട് വെളിയിലേക്ക് എല്ലാം പോവും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതിനെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തുറന്ന് നോക്കുമ്പോൾ തന്നെ വെണ്ടയ്ക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നീട് തുറന്ന് വെച്ചിട്ട് വേണം ഇതിനെ വേവിക്കാനായിട്ട്. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ടെങ്കിലും കൂടി ഒന്നിനെ തുറന്ന് വെച്ചിട്ട് ഇതിനെ തിളപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കറിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഇത് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വെള്ളം പോലെ കറി ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് ഒന്ന് കുറുകിയ രീതിക്ക് വേണം ഇത് എടുക്കാനായിട്ട്. കറിയെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. ഒത്തിരി വെള്ളം പോലെ ആയി പോകരുത്. ഏത് കറിയാണെങ്കിലും വെള്ളം പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കറിക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിന് എടുക്കുക. അതേപോലെ പുളിയുടെ അളവും കുറച്ച് വേണം. സാമ്പാറിലൊക്കെ നമ്മൾ ചേർക്കില്ലേ പുളി, അതേ ഒരു പരുവത്തിന് ഇതിലും ചേർക്കണം. അതേപോലെ വെണ്ടയ്ക്ക വറുത്തരച്ചിട്ട് വെക്കുന്ന ഏത് കറിയാണെങ്കിലും ഇതേപോലെ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.